ലൈഫിലെ ആദ്യത്തെ കാറും ആക്സിഡന്റും സംഭവിച്ചിട്ട് 2 വർഷമാവും. ഞങ്ങൾക്ക് ഈ കാറ് പക്ഷെ ഒരു ഫസ്റ്റ് ലവ് തന്നെയാണ്. അത്രമാത്രം ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നു ഞങ്ങള്. UK കൺട്രി സൈഡ് റോഡുകളിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് റോഡിൽ മാനും മുയലും ഒക്കെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പൊ എന്റെയും പാത്തുമാടെ സ്ഥിരമായിട്ടുള്ള റൂട്ടായിരുന്നു കിങ്സ്ലി ടു ലെസ്റ്റർ എന്നുള്ളത്. യാത്രയിൽ അങ്ങിങ്ങായിട്ട് റോഡിൽ ഈ പറയും പോലെ മാനും മുയലൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ സങ്കടം പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരിക്കൽ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പാത്തുമാനെ പിക്ക് ചെയ്യാൻ പോകുന്ന വഴിക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാൻ എന്റെ വണ്ടിക്ക് നേരെ. സാധനത്തിന്റെ കുടുംബം നമ്മൾ കാരണം അനാഥാവണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെട്ടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. നെക്സ്റ്റ് 30 സെക്കൻഡിലെ കാറും വെച്ചോണ്ട് ആദ്യത്തെ 360 ഡിഗ്രി നടത്തി. അത്യാവശ്യം ചരിത്രം വായിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ബ്രിട്ടീഷുകാരെ പറ്റി നല്ല രീതിയിൽ മോശം അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം അന്നത്തെ ദിവസം മാറ്റി. വണ്ടി മറിഞ്ഞ നെക്സ്റ്റ് സെക്കൻഡ് മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ കൂടി. ആംബുലൻസിനെ വിളിക്കാനും കൂടെ ഇരുന്ന് വർത്താനം പറയാനും സമാധാനിപ്പിക്കാനും ഒരു അത്യാവശ്യം പ്രായ ഒരു അളിയൻ വന്നിട്ട് എൻ്റെ അടുത്ത് പുള്ളിയുടെ ആദ്യത്തെ വണ്ടി പോയ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഒരു അളിയൻ പോയിട്ട് റിട്ടേൺ വന്ന് വെള്ളമായിട്ട് വന്നു. എന്തായാലും ലൈഫിലെ ഏറ്റവും മോശം ഒരു അവസ്ഥയിൽ കുറച്ച് നല്ല ആളുകളെയും കാണാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ്. അതും മറ്റൊരു രാജ്യത്ത് വന്നിട്ട് 4-5 മാസം ആയിട്ടുള്ളൂ. ഒരു റബേക്ക എന്ന് പറഞ്ഞ സ്ത്രീ എൻ്റെ വണ്ടിയുടെ ഓപ്പോസിറ്റ് ഡ്രൈവ് ചെയ്ത് വന്നവരാണ് അവർ. എൻ്റെ വണ്ടി വീഴുന്നത് സ്ട്രൈറ്റിൽ കണ്ടവരുമാണ്. പോലീസിനോട് മൊഴി കൊടുത്തതും അവർ തന്നെയാണ്. അവർ മുഴുവൻ സമയം എൻ്റെ കൂടെ തന്നെ ഇരുന്ന് എന്നെ ആശ്വസിപ്പിക്കാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പോകുന്നത് വരെ അവർ എനിക്ക് വേണ്ടി അവിടെ നിന്ന് എടുത്ത കുറച്ച് എഫേർട്സ് ഉണ്ട്. ഐ നെവർ ഫോർഗെറ്റ് ദാറ്റ്. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്ന ആംബുലൻസുകാരൻ അത്യാവശ്യം പ്രായമുള്ളതാണ്. പുള്ളി പാത്തുമ്മാനോട് ബ്ലാക്ക് ഈസ് നോ മോർ എന്ന് പറഞ്ഞൊരു സീനുണ്ട്. സാഡ് മൊമെന്റ്സ്. ഇലീന്ന് കിങ്സ്ലിനിലേക്ക് ഇവിടെ നിന്ന് ഒരു സാധനം വട്ടം ചാടി ഇങ്ങനെ കയറി നേരെ എൻ്റെ വണ്ടി വെട്ടി ഇങ്ങോട്ട് കയറി ഞാൻ നേരെ ഒരു ടയറിൻ്റെ പാടുണ്ട് 2 സൈഡിൽ. നേരെ ഇങ്ങനെ പോയി 2 ടയറിൻ്റെ പാട് പോലെ പുല്ല് പോകാറൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ബ്രേക്ക് പിടിച്ചത് ചതഞ്ഞേക്കണേ കാണും. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു കാല് കണ്ട, അതുപോലെ ഇപ്പുറം ഒരു കാലുണ്ടായിരുന്നു. ആ കാല് ഞാൻ ഇടിച്ച് കാലവിടെ നിന്ന് കുഴിഞ്ഞു പോയി. കാലിൻ്റെ ചെറിയൊരു അംശമാണ് ഈ കാണുന്ന ഇരുമ്പൊക്കെ. പിന്നെ ഇതും അതിൻ്റെ ബാക്കിയാണ്. എന്നിട്ട് ഞാൻ നേരെ വണ്ടി കുത്തി നേരെ ഇവിടെ ഇടിച്ച് നേരെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബമ്പറൊക്കെയാണ് ഈ കാണുന്നത്. നേരെ ഈ പുല്ലിലേക്ക് ഇടിച്ചിട്ട് നേരെ ഈ പുല്ലിൻ്റെ മേളിലേക്ക് മേളിക്കൂടെ നേരെ അവിടെ ഇടിച്ചിട്ട് നേരെ പുല്ലിൻ്റെ മേളിക്കൂടെ കറങ്ങി വീണു. ഇവിടെ വന്ന് കിടന്നു. അങ്ങനെ ഇപ്പോൾ വണ്ടിയുടെ അത്യാവശ്യം പറ്റി ഫ്രണ്ടൊക്കെ ആകെ പോയി. മറ്റേ ഫ്രണ്ടിലൊക്കെ ആകെ ഇടിച്ച് ആകെ പറ്റി. പിന്നെ ഗ്ലാസ് ഫുള്ള് പൊട്ടിയിലായിരുന്നു. മറ്റേ ഈ സ്ക്രാച്ചായിട്ടിരിക്കൂലേ 8 കാലി വല പോലെ അങ്ങനെ ഇരുന്നു. എൻ്റെ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാർജറൊക്കെ എടുക്കാനായിട്ട് പൊട്ടിച്ചതാണ്. സ്വിച്ചിൽ മൊത്തം പൊട്ടിച്ചതാണ്. അങ്ങനെ അപ്പോൾ വണ്ടിയുടെ ഉള്ളൊക്കെ ഇങ്ങനെ ആകെ തവിടി പൊടിയായി മൊത്തത്തിൽ സാമ്പാറണൊക്കെ ആയി. അങ്ങനെ പോലീസൊക്കെ വന്ന് സെറ്റ് ചെയ്തു. എന്തായാലും മാൻ കുടുംബത്തെത്തി. ബ്ലാക്കി ഓർമ്മയായി. പക്ഷെ അതിനുശേഷം ചീപ്പായിട്ട് കിട്ടുന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നതിലും ഡ്രൈവിങ്ങിലും എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം പഠിക്കാൻ പറ്റുന്ന ചില പാഠങ്ങളിൽ ഒന്നായിരുന്നു ഇതും. എന്തായാലും ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ സമയം കടന്നു പോയതിന് അൽഹംദുലില്ലാ.